വിപ്ര ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് രശ്മി ഗോപാൽ. ഇന്നത്തെ പ്രധാന വാർത്തകൾ. വയനാട് ടൗൺഷിപ്പ് ഇന്ന് 30ഓളം വീടുകൾ കൂടി സാങ്കേതികമായി കൈമാറും. ഈ മാസത്തോടെ മുഴുവൻ വീടുകളും പൂർത്തിയാകുമെന്ന് ഊരാളുങ്കൽ. ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്കുള്ള ടൗൺഷിപ്പിൽ ഇന്ന് 30ഓളം വീടുകൾ കൂടി സാങ്കേതികമായി കൈമാറും. നിലവിൽ 83 വീടുകളാണ് ഗുണഭോക്താക്കൾക്ക് നൽകിയിരിക്കുന്നത്. എന്നാൽ വീടുകളിൽ ദുരന്തബാധിതർ ഇനിയും താമസം തുടങ്ങിയിട്ടില്ല. 178 വീടുകളും നിർമ്മാണം പൂർത്തിയായ ശേഷം മാത്രമേ താമസം തുടങ്ങുമെന്നാണ് ദുരന്തബാധിതരുടെ തീരുമാനം. അതേസമയം മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പ് 178 വീടുകളും താമസം തുടങ്ങാനാകുമോ എന്നതിൽ അവ്യക്തത തുടരുകയാണ്. ഈ മാസം അവസാനം തന്നെ 178 വീടുകളും പൂർത്തിയാകുമെന്നാണ് ഊരാളുങ്കലിന്റെ പുതിയ പ്രഖ്യാപനം. ചാലക്കുടി പഴയ പാലം അടച്ചു. വൻ ഗതാഗത കുരുക്ക്. അറ്റകുറ്റപ്പണിക്ക് 20 ദിവസം വേണ്ടിവരുമെന്ന് കണക്കുകൂട്ടൽ. ചാലക്കുടി പഴയ പാലം അടച്ചതിനെ തുടർന്ന് ഗതാഗത കുരുക്കിൽ കുടുങ്ങിയ യാത്രക്കാർ. ചാലക്കുടി പുഴ കുറുകെയുള്ള പാലമാണ് ശനിയാഴ്ച അടച്ചത്. ബെയറിംഗ് മാറ്റുന്നതിനായാണ് പാലം അടച്ചത്. അറ്റകുറ്റപ്പണിക്ക് 20 ദിവസമെങ്കിലും വേണ്ടിവരുമെന്നാണ് കണക്കാക്കുന്നത്. ഗതാഗത കുരുക്ക് രൂക്ഷമായതിനാൽ അധികം പോലീസ് ഉദ്യോഗസ്ഥരെ ഇവിടെ വിന്യസിച്ചിട്ടുണ്ട്. വാഹനങ്ങളെ ഒരു വരിയാക്കി പുതിയ പാലത്തിലേക്ക് കടത്തിവിടുകയാണ്. എൽ ക്ലാസിക്കോയിൽ റയലിനെ പിടിച്ചുകെട്ടി. FC ബാഴ്സലോണ സ്പാനിഷ് ലീഗ് ചാമ്പ്യന്മാർ. ചിരവൈരികളായ റയൽ മാഡ്രിഡിനെ തോൽപ്പിച്ചാണ് ബാഴ്സ കിരീടം ഉറപ്പിച്ചത്. കറ്റാലൻ ജനതയുടെ അവകാശ പോരാട്ടങ്ങളുടെ അടയാളമായ ക്യാമ്പ് നൗവിൽ ചിരവൈരികളെ കീഴടക്കിയാണ് ലാ ലീഗ കിരീടധാരണം. 9ാം മിനിറ്റിൽ തന്നെ ബാഴ്സ ലീഡെടുത്തു. ഇംഗ്ലീഷ് താരം മർക്കസ് റാഷ്ഫോർഡിന്റെ ഫ്രീ കിക്ക് റയൽ ഗോൾ കീപ്പർ തിബോ കോർത്തുവാക്കെ കാഴ്ചക്കാരനാക്കി വലയിലെത്തിച്ചു. 10 മിനിറ്റിനപ്പുറം ഫെറാൻ ടോറസിലൂടെ 2ാം ഗോളും നേടി. കപ്പലിൽ നിന്ന് പുറത്തെത്തിച്ച ഒരു US പൗരനു കൂടി ഹെൻഡ വൈറസ് സ്ഥിരീകരിച്ചു. ഹെൻഡ വൈറസ് വ്യാപിച്ച ക്രൂസ് കപ്പൽ MV ഹോണ്ടിയസിൽ നിന്ന് പുറത്തെത്തിച്ച ഒരാൾക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു. 17 US പൗരന്മാരിൽ ഒരാൾക്കാണ് ഹെൻഡ വൈറസ് ടെസ്റ്റ് പോസിറ്റീവായത്. മറ്റൊരു US പൗരനു കൂടി നേരിയ തോതിൽ രോഗം ലക്ഷണങ്ങളുണ്ടെന്നും US ആരോഗ്യവകുപ്പ് വ്യക്തമാക്കി. ഹെൻഡ വൈറസ് വ്യാപിച്ച ഡച്ച് ക്രൂസ് MV ഹോണ്ടിയസിൽ നിന്നും യാത്രക്കാരെ ഒഴിപ്പിക്കുന്നത് അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നതിനിടെയാണ് കപ്പലിലുണ്ടായിരുന്ന US പൗരന്മാരിൽ ഒരാൾക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചത്. ഇതോടെ രോഗം സ്ഥിരീകരിച്ച യാത്രക്കാരുടെ എണ്ണം 9ആയി. യാത്രക്കാരെ വഹിച്ചുകൊണ്ടുള്ള ചാർട്ടേഡ് വിമാനങ്ങൾ അതത് രാജ്യങ്ങളിലേക്ക് എത്തിത്തുടങ്ങി. 20 രാജ്യങ്ങളിൽ നിന്നുള്ള 150ഓളം യാത്രക്കാരാണ് കപ്പലിലുണ്ടായിരുന്നത്. വിജയ് രാഹുൽ റീലുകൾക്ക് ഇൻസ്റ്റഗ്രാമിൽ ബ്ലോക്ക്. കോൺഗ്രസ് ആരോപണം തള്ളി കേന്ദ്രം. രാഹുൽ ഗാന്ധിയും തമിഴ്നാട് മുഖ്യമന്ത്രി വിജയനും ഒരുമിച്ചുള്ള റീലുകൾ ഇൻസ്റ്റഗ്രാം തടഞ്ഞ സംഭവത്തിൽ കോൺഗ്രസിന്റെ ആരോപണം തള്ളി കേന്ദ്ര സർക്കാർ. നടപടിയുമായി യാതൊരു ബന്ധമില്ലെന്ന് ഇലക്ട്രോണിക്സ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചു. സാങ്കേതിക പിഴവുകളെ തുടർന്ന് ബ്ലോക്ക് ചെയ്യപ്പെട്ടതാണെന്ന് ഫ്ലാഗ് ചെയ്തിട്ടുണ്ടെന്നും മന്ത്രാലയം വ്യക്തമാക്കി. റീൽ ബ്ലോക്ക് ചെയ്തതിന് പിന്നിൽ കേന്ദ്ര സർക്കാർ ആണെന്ന് കോൺഗ്രസ് ആരോപിച്ചിരുന്നു. ഞായറാഴ്ച ചെന്നൈയിൽ നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്ത രാഹുൽ ഗാന്ധി വിജയ്ക്കൊപ്പമുള്ള ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു. വെറും 1 മണിക്കൂറിനുള്ളിൽ 12 ദശലക്ഷം കാഴ്ചക്കാരെ നേടിയ വീഡിയോയും 46 ദശലക്ഷം ആളുകളിലേക്ക് എത്തിച്ച ചിത്രങ്ങളുമാണ് അപ്രത്യക്ഷമായതെന്ന് കോൺഗ്രസ് നേതാവ് ശ്രീവത്സയുടെ ആരോപണം. ഇതുപോലുള്ള ന്യൂസ് അപ്ഡേറ്റ്സിനായി വിപ്ര ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ.